ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് എന്ന് പറയുന്ന ആ മനോഹരമായ ഒരു ഗ്രാമത്തിലാട്ടോ. ആ ഗ്രാമത്തിൽ ചെറിയൊരു ടൗണുണ്ട്. അതാണ് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതുകൊണ്ട് കുറച്ച് അപ്പച്ചന്മാരൊക്കെ രാവിലെ ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന ആ മനോഹരമായ കാഴ്ച. അതുപോലെ ആ സൂര്യനൊക്കെ ഇവിടെ വരുന്ന ആ കളറൊക്കെ കണ്ടോ, ഇന്ന അടിപൊളിയാണെന്നറിയാമോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരെയും കണ്ണുകളെ ആ കാഴ്ചകളിലേക്ക് ഞാൻ കൊണ്ടുപോകാം. മുള്ളരിങ്ങാട് വരാൻ നേരത്ത് പിന്നെ എങ്ങനെയായിരുന്നു നമ്മൾ ഈ കോട്ടപ്പാറ കാണാതെ ഒന്ന് പോകുന്നത്. ഏകദേശം വണ്ണപ്പുറത്തുനിന്ന് ഒരു 5 കിലോമീറ്ററും മുള്ളരിങ്ങാട് നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കോട്ടപ്പാറയ്ക്ക്. അതായത് വണ്ണപ്പുറത്തുനിന്ന് മുള്ളരിങ്ങാട് പോകുന്ന വഴിക്കാണ് ഈ കോട്ടപ്പാറ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇവിടെ വന്നു. ഇതാട്ടോ ഈ കാണുന്ന കേട്ടോ വ്യൂ പോയിന്റ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് വലിയധികം മഞ്ഞൊന്നും കാണാൻ സാധിച്ചില്ല കേട്ടോ. ഇന്ന് നമുക്ക് വലിയധികം മഞ്ഞൊന്നും ഇല്ലായിരുന്നു. അതായത് ഇവിടെ വന്ന നല്ല അടിപൊളി കാഴ്ചയാണ്. ഇവിടെ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. വരുന്ന ആൾക്കാരെല്ലാം കൊണ്ടുവരുന്ന സാധനം എല്ലാം വലിച്ചെറിഞ്ഞിട്ടേ പോകുള്ളൂ. ഇവിടെ വന്നാലും നമുക്ക് വലിയധികം കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് അത്യാവശ്യം മഞ്ഞൊക്കെ താഴ്വാരങ്ങളിൽ നിരന്ന് കിടക്കുന്ന ആ മനോഹരമായ കാഴ്ച നമുക്കൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റി. കട്ട മഞ്ഞൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ നമുക്ക് ആ മഞ്ഞ് കണ്ടില്ലെങ്കിലും ഇവിടെ വരാൻ നേരത്ത് ഇവിടെ വന്നിട്ടുള്ള ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ മനോഹരമായ കാഴ്ചയുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത കേട്ടോ. സൂര്യൻ ഉദിച്ചു വന്നു. ഇവിടെയൊക്കെ നല്ല വെട്ടമായി. ഈ പാറയുടെ താഴേക്ക് അഗാധമായ ഒരു ഗർത്തം തന്നെയാട്ടോ. ഇവിടെ വരാൻ നേരത്ത് അതിൻ്റെ അധികം സൈഡിലേക്കൊന്നും ആരും പോകാതെയൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഇവിടെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ബെഡ് മഞ്ഞ് കാണാതെ നിരാശരായി മടങ്ങേണ്ടി വന്നു. ഈ മലയുടെ പുറകിൽ നിന്ന് ആ സൂര്യൻ ഉദിച്ചു വരുന്ന ആ മനോഹരമായ കാഴ്ചയും അതിൻ്റെ ആ പ്രകാശം ഈ വ്യൂ പോയിന്റ് അവിടെ അടിക്കാൻ നേരത്ത് കാണുന്ന ആ കാഴ്ചയും, അത് നമ്മുടെ കോട്ടപ്പാറയുടെ മാത്രം പ്രത്യേകതയാണ്. ഇഷ്ടംപോലെ ആൾക്കാരാട്ടോ ഇവിടെ രാവിലെ വരുന്നേ. ഞങ്ങൾക്ക് ഇവിടെ ഒരു 6 മണിയായി വന്നപ്പോൾ. അപ്പോൾ അതിക്ക് മുമ്പ് തന്നെ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ വന്ന് അവിടെ വന്ന് ഇരിക്കുന്നത്. അതുപോലെ അവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി രാവിലെയൊക്കെ വന്നിട്ട് അവിടെ ഇരുന്നുറങ്ങുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇവിടുന്ന് നമുക്ക് ദൂരെ കാണുമ്പോഴുള്ള ആ മേഘാവൃതമായ കാഴ്ചയൊക്കെ എത്ര മനോഹരമായ ഒരു കണ്ണിന് കുളിർമ നൽകുന്ന ഒരു കാഴ്ചയല്ലേ നമുക്ക് നൽകുന്നത്. അതുപോലെ ഇത് വണ്ണപ്പുറത്തുനിന്ന് മുള്ളരിങ്ങാടിന് പോകുന്ന കോട്ടപ്പാറ വഴി പോകുന്ന ഏക ഒരു KSRTC ബസ്സാട്ടോ ഇത്. വണ്ണപ്പുറത്തിന് എല്ലാവർക്കും പോകാനുള്ള ഏക ഒരു ആശ്രയം ഈ ബസ്സാണ്. അപ്പോൾ കൂട്ടുകാരെ, അതെ ഈ കാണുന്ന വഴിയാട്ടോ നമ്മൾ വണ്ണപ്പുറം പോകുന്നത്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടാണ് മറ്റേ കോട്ടപ്പാറ വ്യൂ പോയിന്റ് കാര്യങ്ങളെല്ലാം. പിന്നെ അതുപോലെ ഇത് നമ്മൾ പൈങ്ങോട്ടൂർ കൂടി നമുക്ക് തൊടുപുഴ മൂവാറ്റുപുഴയൊക്കെ പോകാം. പിന്നെ അതുപോലെ തന്നെ ഈ വഴിയാണ് നമുക്ക് വെള്ളക്കയം മറ്റേ മീനൊടിയാമ്പാറ അങ്ങോട്ടൊക്കെ പോകുന്ന വഴിയാട്ടോ. നല്ല മനോഹരമായ ഒരു ഗ്രാമം. ഇവിടുത്തെ നമ്മുടെ മുള്ളരിങ്ങാടുള്ള ഒരു ദുർഗാദേവി ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇത് കുഞ്ഞാള് എന്നെ അടിപൊളിയാല്ലേ. ഇത് അടിപൊളി. നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമ്മച്ചിയായിട്ടൊക്കെ വർത്താനം പറഞ്ഞു നിൽക്കുന്നത്. അതുപോലെ ഈ ഇടയ്ക്ക് വഴിയൊക്കെ ടാർ ചെയ്താൽ മീനൊടിയാമ്പാറ പോകാനും അങ്ങോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഇവിടെ വന്നപ്പോൾ അതുകൊണ്ടാ ഈ റോഡിൻ്റെ വീതി കൂട്ടി വന്നപ്പോൾ ഒരു കെട്ടിടം നിൽക്കുന്നുണ്ട്. എന്തോ ഒരു അപകടാവസ്ഥയിലല്ലേ അത് നിൽക്കുന്നത്. അതൊക്കെ എടുത്ത് മാറ്റില്ലെങ്കിൽ ആരെങ്കിലും ഇതിൽ നടന്നൊക്കെ പോയാൽ ചിലപ്പം ദേഹത്തൊക്കെ വീണ വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആളുകൾ തന്നെയല്ല, ഓരോ വാഹനങ്ങളൊക്കെ വന്നിട്ട് ചിലപ്പോൾ ചെറിയൊരു നടുക്കം പോലെ ഉണ്ടായാൽ അതൊക്കെ അപകടത്തിന് സാധ്യത കൂടുതലാണ്. മുള്ളരിങ്ങാട് ടൗണിൽ സൂര്യൻ പ്രകാശം കൊടുത്തങ്ങ് വരുന്നേ ഉള്ളൂ കേട്ടോ. അതുപോലെ അതിൻ്റെ കളറൊക്കെ നോക്കിയാൽ രാവിലെ ആയതുകൊണ്ട് ഇത്ര മനോഹരമായ ഒരു കാഴ്ചയല്ലേ. അതുപോലെ തീജ്വാലയുടെ കളറല്ലേ എന്ന് നോക്കിയേ. മഞ്ഞിൻ കണങ്ങളിൽ തട്ടി വരുന്ന ഈ സൂര്യകിരണങ്ങൾ കാണാൻ എത്ര സുന്ദരമായ ഒരു കാഴ്ച. ഇങ്ങനെ ഒരു കാഴ്ച എപ്പോഴും കാണാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ആ മഞ്ഞൊക്കെ കിടക്കുന്ന ആ ഒരു സുന്ദരമായ കാഴ്ച
മരങ്ങൾക്കിടയിൽ കൂടി അവിടെ ഇവിടെയായിട്ട് മഞ്ഞ് കിടന്ന് അതിൽ തട്ടി വരുന്ന സൂര്യപ്രകാശവും അതിൻ്റെ കളറൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് ഇവിടുത്തെ റോഡിൻ്റെ കളറും ശരിക്കും ഒരു തീജ്വാല കളറാണേ. ഇതൊക്കെ ഇവിടെ രാവിലെ വന്നാൽ മാത്രം കേട്ടോ ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു കാഴ്ച എല്ലായിടത്തും നമുക്ക് ചെന്നാൽ കാണാൻ സാധിച്ചെന്നും ഇരിക്കില്ല. അപ്പോൾ കൂട്ടുകാരെ, ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. ഇത് അധികം കാഴ്ചകളൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ സൂര്യൻ ഉദിച്ചു വരുന്നതും ആ സൂര്യകിരണങ്ങൾ മഞ്ഞിൽ തട്ടി വരുന്ന ആ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടപ്പോൾ ഒന്ന് എടുത്തു പോയതാണ്.